പാർലർ അന്വേഷിച്ച് പിടിച്ച് നമ്മൾ പോവാണ്. സോ ഇതാണ് ഒരു പാർലറായുള്ളൂ. സോ നമ്മൾ വാങ്ങിയത് 2 ഡ്രിങ്ക്സും എനിക്ക് ഒരു കോഫിയും നാട്ടിലോട്ട് വരുമ്പോൾ ഇടാനായിട്ട് ഇതാ ഒരു ബ്ലാക്ക്, പിന്നെ പൊട്ടറ്റോ സ്മാഷ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു ജാമാണ്. നല്ല ന്യൂട്രലൊക്കെ അതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ച് 9 മണിക്ക് ആയിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ ഇവിടെ രാത്രിയാണെങ്കിലും പകൽ പോലെ. ഹലോ, നമ്മൾ ഇന്ന് പോകുന്നത് 2 സ്ഥലത്തേക്ക് പോകാൻ ആക്ച്വലി പ്ലാൻ ഉണ്ട്. ഒന്ന് ത്രെഡ് ചെയ്യാനായിട്ട്, അപ്പം അത് ഒന്ന് പോകണം. രണ്ടാമത് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്നാണ് പറയുന്നത്, സ്റ്റോക്ക്ഹോമിൽ ബ്ലോസം. ഓക്കെ, അപ്പം അതൊന്ന് കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനും നീയും കൂടെ പോവാന്ന്. രേഷ്മ ഫാമിലി അങ്ങോട്ട് വരും. ഓക്കെ, ശരത്തിന് ലീവില്ലാത്തത് കൊണ്ട് ഞങ്ങൾ മാത്രം അടിച്ച് പൊളിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ബാക്കി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം. നമ്മൾ പാറക്കുട്ടീനെയും രേഷ്മേൻ്റെയും വെയിറ്റ് ചെയ്ത് എവിടെ നിൽക്കുന്നു? മെട്രോയിൽ വെയിറ്റ് ചെയ്യാണ്. ഞാൻ ആ മെട്രോ സ്റ്റേഷനിൽ ഇടിഞ്ഞും പൊളിഞ്ഞു വീഴുന്നതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് രേഷ്മ, എൻ്റെ ഇവിടുത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. സെയിം വൈബിലുള്ള ആളുകളെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി ഫ്രണ്ടാണ് രേഷ്മ. നമ്മൾ ഫസ്റ്റ് പോയത് ഇവിടെ ഓർഡൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അവിടെയാണ് ഫസ്റ്റ് നമ്മൾ ത്രെഡിങ്ങിന് പോയത്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാർലറിൽ ത്രെഡ് ചെയ്യാൻ പോകുന്നത്. മുന്നേ നമുക്ക് ത്രെഡ് ചെയ്ത് തരാറുള്ളത് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞില്ലേ, ജിജിയുടെ വീടിൻ്റെ അടുത്ത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയാണ് നമുക്ക് ത്രെഡ് ചെയ്ത് തരാറ്. പക്ഷേ പുള്ളി ഇപ്പോൾ നാട്ടിൽ പോയ സ്ഥിതിക്ക് നമുക്ക് വേറെ ഒരു വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ പാർലർ അന്വേഷിച്ച് പിടിച്ച് നമ്മൾ പോവാണ്. സോ ഇതാണ് ഒരു പാർലർ സെറ്റപ്പ്. ഇത് ത്രെഡിങ്ങിൻ്റെ സെക്ഷനാണ് കേട്ടോ. എനിക്ക് ത്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങിയ സമയത്ത് 10 രൂപയായിരുന്നു നാട്ടിൽ പൈസ. പിന്നെ അത് 30ആയി. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് 50ആയി. ഇവിടെ ത്രെഡ് ചെയ്യാനായിട്ട് നാട്ടിലൊരു 700-800 രൂപയാണ് കേട്ടോ നമുക്കൊന്ന് ത്രെഡ് ചെയ്യാനായിട്ട്. ആ പോട്ടെ. ഇനി ഇതാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ. ഒരുപാട് ആർട്സും സ്കൾപ്ചേഴ്സും കുറേ കാര്യങ്ങൾ ഇവിടെ മെട്രോ സ്റ്റേഷനിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ പോയത് സ്റ്റോക്ക്ഹോമിലോട്ടാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ദിയയ്ക്ക് വിശക്കാറുണ്ട്. അതൊരു പതിവാണ്, ശീലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പതിവ് പോലെ ദിയയ്ക്ക് വിശന്ന് തുടങ്ങി. സോ നമ്മൾ നേരെ പോയത് മാക്സിലോട്ടാണ്. അവിടെ പോയി എന്തെങ്കിലും വാങ്ങി കൊടുക്കാമെന്ന് കരുതി പോയി. അപ്പം പ്രശാന്ത് ബ്രോയും പാറും അവിടേക്ക് വരാം, അവരൊന്നിച്ച് ജോയിൻ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. നമ്മുടെ കൂടെ ഇപ്പോൾ രേഷ്മ മാത്രമേ ഉണ്ടായുള്ളൂ. സോ നമ്മൾ വാങ്ങിയത് 2 ഡ്രിങ്ക്സും എനിക്ക് ഒരു കോഫിയും പിന്നെ നഗറ്റ്സും ഫ്രൈസുമാണ് വാങ്ങിയത്. അപ്പോൾ അധികം നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. പാറുവും പ്രശാന്ത് ബ്രോയും അധികം താമസിക്കാതെ തന്നെ എത്തിയായിരുന്നു. നമ്മളൊന്നിച്ച് ജോയിൻ ചെയ്തു. സോ ഇനി നമ്മൾ പോകുന്നത് സ്റ്റോക്ക്ഹോമിൽ തന്നെയുള്ള H&M ഷോപ്പിലോട്ടാണ്. ഓക്കെ, അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയൊരു ലയൻ്റെ സ്റ്റാച്യൂസ് ഉണ്ടായിരുന്നു. സോ 2 പേരും അതിൻ്റെ മേലെ കയറിയിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ പാറും ഡിയയും കൂടെ. അതിനുശേഷം നമ്മൾ നേരെ H&Mലാണ് പോയത്. സോ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. പാറുവിനും ദിയയ്ക്കും എനിക്കും പിന്നെ രേഷ്മയ്ക്കും ഒക്കെ നമ്മൾ എടുത്തു. ഇത് ഞാൻ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഇത് വാങ്ങിച്ചില്ല. പക്ഷേ വേറൊരു ടോപ്പ് ഞാൻ എടുത്തു നാട്ടിലോട്ട് വരുമ്പോൾ ഇടാനായിട്ട്. ഇതാ ഒരു ബ്ലാക്ക് ടോപ്പ്. അങ്ങനെ We go to a party and everyone turns to see. പാറുവിൻ്റെ ചിരി ഭയങ്കര ഹൈലൈറ്റ് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെൽഫ് ഫില്ലിംഗ് ആയിരുന്നു. അപ്പം ഇത് രേഷ്മ എടുത്തൊരു ടോപ്പാണ്. ആ ബ്ലാക്ക് കണ്ടോ, ആ ടോപ്പാണ് ഞാൻ എടുത്തത്. സെയിം ടോപ്പ് തന്നെ ദിയയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക്. സോ ഇത് രണ്ടും നമുക്ക് നാട്ടിൽ വരുമ്പോഴത്തേനും ഇടാനുള്ള ടോപ്സാണ്. ഞാനും ദിയും സെയിം ബ്ലാക്ക്. അപ്പോൾ ഇത് ചുമ്മാ നമ്മുടെ വാർഡ്രോബിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കണ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഇതിട്ടിട്ടാണല്ലോ നമ്മൾ നാട്ടിൽ പോകുക. ആ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ആഹാ. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഇവിടെ സ്റ്റോക്ക്ഹോമിൽ തന്നെയുള്ള ഇക്കയിലാണ്. സോ ഇക്കയും എന്ന് പറയുന്നത് ഒരു സ്വീഡൻ ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ അവിടെ പോയി നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പോൾ ആദ്യം നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ സാലഡായിരുന്നു. അതിനുശേഷം കിഡ്സ് മീൽ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു ചീസ് കേക്ക് ഇരിക്കുന്ന കണ്ടേ. അപ്പോൾ രേഷ്മയ്ക്ക് ചീസ് കേക്കും
കുറച്ചും കൂടെ ഓർഡർ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നി. സോ എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ ചീസ് കേക്ക് വാങ്ങിച്ചു. ഇതാണ് ഇവിടുത്തെ സ്വീഡിഷ് മീറ്റ് ബോൾസ്. ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. പിന്നെ പൊട്ടറ്റോ സ്മാഷ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജാമാണ്. ആഹാ, പാട്ട് ഏതാണ് എന്ന് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഷിബു ചക്രവർത്തി. അദ്ദേഹത്തെ കേട്ട് കഴിഞ്ഞ് എങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും കുട്ടികളല്ലേ അല്ലേ. അപ്പം ഇന്നാണ് ഇവിടെ ചെറി ബ്ലോസം ഡേ സെലിബ്രേഷൻ. അതൊരു ജാപ്പനീസ് കൾച്ചറാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഒരുപാട് വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു, സ്റ്റേജ് പെർഫോമൻസ് ഉണ്ടായിരുന്നു, അതുപോലെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. എല്ലാം ഈ അറൗണ്ട് ദിസ് ചെറി ട്രീസ് ആയിരുന്നു. നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. ഇതിപ്പോൾ അത്രയ്ക്കധികം ഇത് പൂത്തിട്ടില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. കഴിഞ്ഞ വർഷമൊക്കെ വന്നവരും അതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവരും ഇതിലും ഒത്തിരി പിങ്കിഷ് കളറായിട്ട് ഇത് വരും എന്നാണ് പറയപ്പെടുന്നത്. എന്നാലും ഭയങ്കര രസമായിരുന്നു. ഒത്തിരി നല്ല ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റി. We go to a party. വീണ്ടും ഫുഡ്. ഇതാണ് ചുറോസ് എന്ന് പറയുന്നത്. അതൊരു ഫ്രൈഡ് ഡോ ആണ്. ഒരു സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് ക്യൂസീനാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അത് നല്ല എണ്ണയിലിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് അതിൻ്റെ മേലെ നല്ല ന്യൂട്രല, നമുക്കിഷ്ടമുള്ള ഫ്ലേവർ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞത് ന്യൂട്രല ആയിരുന്നു. സോ അതിൽ വെച്ച് നല്ല ന്യൂട്രലൊക്കെ അതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ച് അതിൻ്റെ കൂടെ കുറച്ച് ഷുഗറിൻ്റെ പൗഡറൊക്കെ ഇങ്ങനെ ഇട്ട് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഈ സംഭവം കേട്ടോ. പ്രത്യേകിച്ച് സ്വീറ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ഞാനിതിൻ്റെ ഒരു ഭയങ്കര ഫാനാണ്. ഇത് നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു സ്ട്രീറ്റ്സിലൊക്കെ ഇങ്ങനെ സൈഡിൽ ചെറിയ ഷോപ്സിലൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ ഏകദേശം തീർന്നു തുടങ്ങി. ഇവിടെ ഇപ്പോൾ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ ഇവിടെ രാത്രിയാണെങ്കിലും പകൽ പോലെ തന്നെയാണ്, നല്ല വെളിച്ചമാണ്. പുലർച്ചെ ഒരു 4:30 ആകുമ്പോഴത്തേനും സൺറൈസാണ്. അപ്പോൾ അതുകൊണ്ട് ഉറക്കവും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് കിടന്നു കഴിഞ്ഞാൽ ഒരു ബോധമില്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് പ്രശ്നമില്ല. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴുള്ള 2 സ്വീഡിഷ് ഗേൾസിൻ്റെ സ്വീഡിഷ് ലാംഗ്വേജ് ആണ് നിങ്ങൾ കേൾക്കുന്നത്. വെരി ഗുഡ്. Where are you going? Okay. Nidiya ചേച്ചി. So that was a beautiful day. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. We go to a park.